വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 18 വാക്യങ്ങൾ 18 മുതൽ 25 വരെ. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഒരു അധികാരി ഈശോയോട് ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഈശോ പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി മറ്റാരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. അതുകേട്ട് ഈശോ അവനോട് പറഞ്ഞു, ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. ഇത് കേട്ടപ്പോൾ അവൻ അതീവം ദുഃഖിതനായി തീർന്നു, കാരണം അവൻ ഏറെ ധനികനായിരുന്നു. ഈശോ അവനെ നോക്കി പറഞ്ഞു, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം! ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 2 വാക്യങ്ങൾ 16 മുതൽ 19 വരെ. യാഥാർത്ഥ്യം മിശിഹ മാത്രം. ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. അതുപോലെ ഉത്സവങ്ങളുടെയും അമാവാസിയുടെയും സാപത്തിന്റെയും ആചരണത്തിലും. ഇവയെല്ലാം വരാനിരിക്കുന്നവയുടെ നിഴൽ മാത്രം. യാഥാർത്ഥ്യമാകട്ടെ മിശിഹായും. മായാദർശനങ്ങളിൽ മുഴുകിക്കൊണ്ട് കപടവിനയത്തിലും ദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുകയും ജഡിക ചിന്തകളോടെ വ്യർത്ഥമായി അഹങ്കരിക്കുകയും ചെയ്യുന്നവർ നിങ്ങളെ അയോഗ്യരാക്കാതിരിക്കട്ടെ. ശരീരം മുഴുവൻ സന്ധിബന്ധങ്ങളാലും സിരകളാലും പരിപുഷ്ടമാക്കപ്പെട്ടും കൂട്ടിയിണക്കപ്പെട്ടും ദൈവഹിതാനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഏതു ശിരസിൽ നിന്നാണോ അതുമായി അവർ ഗാഢബന്ധം പുലർത്തുന്നില്ല.